UK ഇത്രയും പ്രൊട്ടസ്റ്റ് നടന്നിട്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ലെന്ന് പറഞ്ഞ് 1-2 പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ നെഗറ്റീവായി, ബഹളമായി, പൊങ്കാലയായി. അതുകൊണ്ടാണ്. UK മാത്രമല്ല, പോളണ്ട്, അയർലൻഡ്, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ജർമ്മനി, കാനഡ ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവരൊക്കെ തന്നെ, ഇമിഗ്രൻസ് തന്നെയാണ്. ഒരു സൈഡിൽ പലസ്തീന്റെ കൊടിയും പിടിച്ച കുറേ ആൾക്കാർ, മറ്റേ സൈഡിൽ ഇന്ത്യൻസ് എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ഇന്ത്യൻസ് ആണ്. മൂന്നാമത്തെ സ്ഥാനമൊക്കെയാണ് പാകിസ്ഥാൻ, പോളണ്ട്, റൊമേനിയ, നൈജീരിയ പോലുള്ള ആൾക്കാർ. പിന്നെ എന്തെങ്കിലും ഏഷ്യൻസ് കാണിക്കുന്ന പരിപാടിക്ക് എല്ലാം ഇന്ത്യൻസ് എന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ മാത്രം കാര്യം എടുത്താൽ ഇത്രയും സംസ്ഥാനങ്ങൾ, ഇത്രയും ദൈവങ്ങൾ, അതിപ്പോൾ ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും എന്തെങ്കിലും പരിപാടി ഉണ്ടായിട്ട് ഉടനെ റോഡിലോട്ട് അങ്ങ് ജാഥയായിട്ട് ഇറങ്ങും. അതിപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാത്രം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ മാത്രം എടുക്കുകയാണെങ്കിൽ, ഗണേശ ചതുർത്ഥി കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കണ്ടു, ഒരുപാട് ഗണപതിയുടെ വിഗ്രഹം കൊണ്ട് റോഡ് നീളെ പോവുക, ബ്ലോക്ക് ആക്കുക, ഇവിടുത്തെ എല്ലാ പുഴകളെയും കൊണ്ട് തട്ടുക. അതുപോലെ തന്നെ നവരാത്രി പൂജ, കൃഷ്ണ ജയന്തി, ശിവരാത്രി, ദീപാവലി, ദസറ, അങ്ങനെ അങ്ങോട്ട് കുറേ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രഥം, തേര്, നമ്മുടെ തമിഴ്നാടിന്റെയും കർണാടകയുടെയൊക്കെ അങ്ങ് താഴോട്ട് നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഓണം, അങ്ങനെ മറ്റു പരിപാടികളൊക്കെ. ഇനി ഹിന്ദുസിന്റെ തന്നെ എടുക്കുകയാണെങ്കിൽ കുറേ ജാതിക്കാരുടെ പരിപാടികൾ, അതിന്റെ തന്നെ സഭ നോക്കാൻ ഒരുപാട് സംഘടനകളുടെ പരിപാടികൾ, ഇതിന്റെയൊക്കെ കൂടാതെ തന്നെ ഇങ്ങനെ ഓരോരോ മലയാളി അസോസിയേഷന്റെ പരിപാടികൾ, ഇതിന്റെ പുറകെ കൂടാതെ റീൽസുകൾ, ഇത് കൂടാതെ നമ്മുടെ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ, ക്രിക്കറ്റുകൾ കണ്ടുപിടിച്ചാൽ തന്നെ ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ജയിച്ചാൽ തന്നെ ഇത്രയും ബഹളം വിടില്ല. അപ്പോൾ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിന്റെയും ബസ് സ്റ്റോപ്പിന്റെ എല്ലാം മണ്ടയ്ക്ക് ആൾ കയറുക, ബസ്സിലും കാറിലും എല്ലാം മണ്ടയ്ക്ക് വലിഞ്ഞ ആൾ കയറുക. ഇതെല്ലാം കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ മാത്രമല്ല ഇന്ത്യക്കാർ തന്നെ പുറഞ്ഞു വിട്ടിരിക്കുക. ഇതിന്റെ പുറമെ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴത്തേക്ക് പാകിസ്ഥാനികൾ ഒരിടത്ത് കൊടി പിടിച്ചുകൊണ്ടിരിക്കുക, ഇന്ത്യൻസ് ഒരിടത്ത് കൊടി പിടിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാന് വാർ നടന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടും ബഹളം, ഇവിടെ അടി നടക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ചോ, UK മാത്രമല്ല, ദുബായിലും ഇന്ത്യക്കാരും പാകിസ്ഥാനികളും എല്ലാം ജീവിക്കുന്നുണ്ട്. അവിടെ ഒന്നും ഈ പ്രശ്നം നടക്കാൻ തന്നെ, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അങ്ങനെയാണ്. അപ്പം ഇവിടെ നമുക്ക് ആരെ ആരാധിക്കാനും എന്ത് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഗവൺമെന്റ് തന്നിട്ട്. നിങ്ങൾക്ക് വീട് മേടിക്കണോ, ഇവിടുത്തെ മന്ത്രിയാവണോ, മേയറാവണോ, എല്ലാത്തിനും സ്വാതന്ത്ര്യം ഇവിടുത്തെ ഗവൺമെന്റ് തന്നിട്ട്. അത് മാക്സിമം മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെ പൊറുതിമുട്ടിയാണ് ഇത്രയും അവർ പ്രൊട്ടസ്റ്റിന് 3 മില്യൺ ആൾക്കാരാണ് പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിട്ടുള്ളത്. അതിന് എതിരായിട്ട് നിന്നിട്ടുള്ള ആപ്പാട് 5000 പേര് വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും പേര് നമ്മളെ കൊണ്ട് പൊറുതിമുട്ടിയെന്ന് ആലോചിക്കണം. അപ്പോൾ മാക്സിമം നമ്മൾ മലയാളികളൊക്കെ ആഘോഷിച്ച പോലെ ഏതെങ്കിലും ഓഡിറ്റോറിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്കിലൊക്കെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ സൗണ്ട് ഇത്ര കൂടാൻ പാടില്ല, അതല്ലെങ്കിൽ ഇത്ര മണിക്കുള്ളിൽ സൗണ്ട് ഓഫ് ചെയ്യണം, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ ആഘോഷിക്കുക എന്നൊരു രീതിയിൽ പോകാമെങ്കിൽ ആർക്കും കുഴപ്പമില്ല. ശരിയാണ്, ഒരു കാലത്ത് നമ്മളുടെ എല്ലാം അടിച്ചുകൊണ്ട് വന്നു, കിരീടവും സ്പൈസസും മറ്റെല്ലാ സമ്പാദ്യവും അടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അവർക്ക് ഈ പണിയൊന്നും കിട്ടിയിട്ട് കാര്യം ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. ഇതിനകത്ത് മറ്റു കുറേ പേർക്ക് പണി കിട്ടുന്നുണ്ട്. 18 വയസ്സോട്ട് ഇങ്ങോട്ട് കുറേ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവരുടെ വീടും സമ്പാദ്യം മൊത്തം പണയം വെച്ചിട്ടും കടം മേടിച്ചിട്ടും വന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് ഇവിടെ പ്രൊഫഷണൽസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് എക്സാം എഴുതി ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കും ഇതെല്ലാം ഇമിഗ്രന്റ് എന്ന പേരിൽ അവർക്കും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ആർക്കും ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മാത്രം പാലിച്ച് മുമ്പോട്ട് പോകാമെന്നേ ഞാനൊക്കെ പറയാനുള്ളൂ. കാര്യം ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു ഡയലോഗ് എഴുതി വെക്കും, ദിസ് ഈസ് നോട്ട് ഇന്ത്യ, ദിസ് ഈസ് UK എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബൈ, താങ്ക് യു.